الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم പ്രപഞ്ചങ്ങളെല്ലാമോ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഖിനായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീയത്ത് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? അവന്റെ ശരീര സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയാണോ? സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണോ? സ്ഥാനമാനങ്ങളെയും പദവികളെയും അടിസ്ഥാനമാക്കിയാണോ? അല്ല എന്നാണ് ഖുർആൻ നമുക്ക് നൽകുന്ന ഉത്തരം. മനുഷ്യനാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിക്ഷേപിച്ച ഉത്കൃഷ്ടമായ ഗുണങ്ങളും പ്രകൃതവും സ്വഭാവവും മുഖേനയാണ്. ഉത്കൃഷ്ടമായ സംസ്കാരം മുഖേനയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മനുഷ്യൻ മലക്കുകളാൽ ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ്. മലക്കുകൾ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്തത് അവന്റെ സ്ഥാനമാനമോ അധികാരമോ സമ്പത്തോ കണ്ടുകൊണ്ടല്ല, മറിച്ച് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച മഹത്തായ നന്മകൾ കണ്ടുകൊണ്ടാണ്. അവരിലെ വിജ്ഞാനം, അതുപോലെ
വിവേചന ബോധം തിരിച്ചറിയാനുള്ള കഴിവ് അവ ഉണ്ടെങ്കിലാണ് അല്ലാഹുവിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ വിശുദ്ധ സൃഷ്ടികളായ മലക്കുകൾ മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്തത് എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചതായിട്ട് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വലഖദ് കർറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവനെ നാം സമുദ്രത്തിലും കരയിലും കടലിലും കരയിലും വഹിച്ചു കൊണ്ടുപോകുന്നു. അവന് സഞ്ചരിക്കുവാനുള്ള കഴിവ് നാം നൽകിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ വിശുദ്ധമായ വിഭവങ്ങൾ നാം അവന് നൽകിയിരിക്കുന്നു. മനുഷ്യന് സവിശേഷമായി നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണ്. അല്ലാഹു മനുഷ്യനെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് അല്ലാഹു നിക്ഷേപിച്ച നന്മകളെ ഗുണങ്ങളെ അല്ലാഹു തആല പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ നന്നാകാൻ തീരുമാനിച്ചാൽ അവന് മലക്കിനേക്കാളും ഉയരാൻ കഴിയും. അതുകൊണ്ടാണല്ലോ മലക്ക് മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്തത്. അതുപോലെ ഞാൻ തീരുമാനിച്ചാൽ മൃഗത്തെക്കാളും ദുഷിക്കുവാനും മനുഷ്യന് സാധിക്കുമെന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ എന്നാണ്. സൂറത്തുൽ ഇസ്രാ 70-ാമത്തെ ആയത്ത്. വഫദ്ദൽനാഹും, നാം അവരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ, നാം സൃഷ്ടിച്ച ഒട്ടേറെ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത നൽകി മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ അല്ലാഹു മനുഷ്യനെ നിക്ഷേപിച്ച നന്മകളും ഉത്കൃഷ്ട സ്വഭാവവും സംസ്കാരവുമാണ് മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇൻസാൻ എന്ന വാക്കിൽ തന്നെ അതുണ്ട്. ഇൻസാൻ എന്ന വാക്കിന്റെ ഒരർത്ഥം ഇണക്കമുള്ളവൻ എന്നാണ്. അനിയെ ഇണക്കമുള്ളവനാണ് മനുഷ്യൻ. ഇൻസാൻ എന്ന വാക്കിന്റെ മറ്റൊരു വശം മറക്കുവാൻ പൊറുക്കുവാൻ കഴിവുള്ളവൻ എന്നാണ്. മനുഷ്യൻ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇവ രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ ഉത്കൃഷ്ടമായ സംസ്കാര ഗുണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും സ്വന്തം ശരീര സൗന്ദര്യത്തിൽ ആസ്വാദനം കണ്ടെത്തുന്ന അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ തന്റെ സ്വഭാവത്തെ സംസ്കാരത്തെ നന്നാക്കിയെടുക്കുന്ന വിഷയത്തിൽ അത്രയൊന്നും ശ്രദ്ധയുള്ളവനല്ല. തന്റെ ശരീരത്തിൽ മാലിന്യമുണ്ട് എന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാളോട് നന്ദി പറയുവാൻ നാം സന്നദ്ധരാണ്. നീ കാണിച്ചു തന്നത് നന്നായി, അതുകൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ അപമാനിതനാകുമായിരുന്നു. ഈ മാലിന്യവുമായിട്ട് ഞാനൊരു സദസ്സിലേക്ക് ചെന്നാൽ ആളുകൾ എന്നെ പരിഹസിച്ചേക്കും. നീ ചൂണ്ടിക്കാണിച്ചത് നന്നായി എന്ന് പറയും. അതേ മനുഷ്യൻ സഹോദര, നിന്റെ മനസ്സിൽ അല്പം മാലിന്യമുണ്ട്, നിന്റെ സ്വഭാവം അല്പം ദുഷിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴോ അല്ലെങ്കിലും നീ എന്റെ കുറ്റവും കുറവും മാത്രമേ കാണുള്ളൂ, നീ പണ്ടേ അങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കും പലപ്പോഴും നമ്മുടെ പ്രതികരണ രീതി. ഇവിടെയാണ് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്നതിനകത്ത് നാം വേണ്ടത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടിയിൽ നോക്കുമ്പോൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നാം നിരന്തരം കണ്ണാടി നോക്കുന്നവരാണ്. നമ്മുടെ മുഖ സൗന്ദര്യം, നമ്മുടെ ശരീര സൗന്ദര്യം എപ്പോഴും അതിന്റെ പൂർണ്ണതയിൽ തന്നെയാകണം എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്കിലും നമുക്ക് ധൈര്യപൂർവ്വം മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് ചെല്ലാൻ കഴിയുള്ളൂ. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി. ആകെ 6 വാക്കുകളേ ഉള്ളൂ ഈ പ്രാർത്ഥനയിൽ, പക്ഷെ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, അല്ലാഹുവേ എന്റെ സ്വഭാവത്തെ നീ എനിക്ക് നന്നാക്കി തരണമേ. കമാ അഹ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ്, എന്റെ ഈ രൂപം,
എത്ര നീ സുന്ദരമാക്കിയിരിക്കുന്നു, അതേപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കി തരണമേ. സ്വന്തം സൗന്ദര്യത്തിൽ ആത്മവിശ്വാസമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന ഈ സൗന്ദര്യവും ശരീരത്തിലെ അത്ഭുതകരമായ അവയവങ്ങളും അവയുടെ പ്രയോജനങ്ങളും ചിന്തിക്കുമ്പോൾ അത് തന്നെ മതി ഒരാൾ നന്ദി ബോധമുള്ളവരാകാൻ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക് തുടങ്ങിയ അവയവങ്ങൾ, അവയുടെ പ്രയോജനങ്ങൾ ഇവ മുൻപത്തിയാണ് അള്ളാഹുവോട് പറയുന്നത്. അള്ളാഹുവേ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണമേ. കമാ അഹ്സൻത ഖൽഖി, എന്റെ ഈ രൂപം നീ സുന്ദരമാക്കിയതുപോലെ. അർത്ഥമാണ് നിലയിലെന്നോളം നിരന്തരം നാം കണ്ണാടിയെ സമീപിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയിലേക്ക് അതേപോലെ തന്നെ നാം നിരന്തരം ആത്മവിചാരണയോടുകൂടി സമീപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനാ വാക്യം എന്ന് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് ഖുർആൻ സാക്ഷി കൊടുത്തു. സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല നേരിട്ട് ആ കാര്യം അറിയിക്കുന്നുണ്ട്. വൽനൂൻ വൽ ഖലം വമാ യസ്തുറൂൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പ്രതിയോഗികൾ മുദ്ര കുത്തിയപ്പോൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അവമതിക്കുവാൻ പ്രതിയോഗികൾ ശ്രമിച്ചപ്പോൾ അല്ലാഹു തആല പ്രവാചകന് ആത്മവിശ്വാസം നൽകിയത് പ്രവാചകന്റെ സ്വഭാവ ഗുണത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. നീ ഭ്രാന്തനാണ് എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ ആരും മാനസികമായിട്ട് തകർന്നു പോകും. അല്ലാഹു തആല മറുപടി നൽകുന്നത് പേനയാണ്, പേന കൊണ്ട് രേഖപ്പെടുത്തുന്ന ഈ വചനങ്ങളാണ്, അഥവാ വിശുദ്ധ ഖുർആനാണ്. താങ്കളുടെ നാഥന്റെ അനുഗ്രഹത്താൽ ഭ്രാന്തനല്ല. അവൻ എന്ത് തന്നെ പറഞ്ഞാലും നിശ്ചയം താങ്കൾക്ക് ഈ ത്യാഗത്തിനാൽ മഹത്തായ പ്രതിഫലം, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. താങ്കൾ ഭ്രാന്തനല്ല എന്നതിന് ഈ മഹത്തായ വചനമുണ്ടല്ലോ, താങ്കളിലൂടെ അവതരിക്കുന്ന ഈ വചനം സാക്ഷിയാണ്. കാരണം ഇത് യുക്തിഭദ്രമാണ്. ഇത് എല്ലാ അസത്യങ്ങളെയും വേരറുക്കുന്ന തികഞ്ഞ സത്യം മാത്രമാണ്. ഈ ഖുർആൻ താങ്കളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ ഒരിക്കലും ബുദ്ധിഭ്രമം ബാധിച്ചവനല്ല. മാത്രമല്ല, താങ്കളുടെ സ്വഭാവ ഗുണം താങ്കളിൽ ഒരിക്കലും ഭ്രാന്ത് ആരോപിക്കുന്നില്ല. ബുദ്ധിയുള്ള ആർക്കും അങ്ങനെ താങ്കളെ വിലയിരുത്താൻ കഴിയില്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സ്വഭാവ ഗുണവും മുൻനിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. താങ്കൾ മഹത്തായ സ്വഭാവ ഗുണമുള്ളവരാണ്. പക്ഷേ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ അയാളൊരു പാവമാണ് എന്നായിരിക്കും സമൂഹം വിലയിരുത്തുന്നത്. വിട്ടുവീഴ്ചയുടെ ഉത്കൃഷ്ടമായ സംസ്കാരം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാളൊന്നിനും കൊള്ളില്ല എന്നായിരിക്കും സമൂഹത്തിന്റെ വിലയിരുത്തൽ. നിലക്കുന്ന നല്ല ഭ്രാന്തുണ്ടാവും. അങ്ങനെയൊന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ എന്നാണ് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളെ വിലയിരുത്തുക. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവത്തെ പ്രതിയോഗികൾ ഭ്രാന്ത് എന്ന് അവമതിക്കുവാൻ, തള്ളി പറയുവാൻ ശ്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഖുർആൻ, പ്രവാചകന്റെ പ്രകൃതം ഖുർആനായിരുന്നു എന്നാണ്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആൻ, അതിനപ്പുറം മറ്റൊരു സാക്ഷ്യപത്രം ഇല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ സന്ദേശവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ പ്രവാചകൻ ആകർഷിക്കപ്പെട്ടത്, പ്രവാചകനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടത് പ്രവാചകന്റെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം മുൻനിർത്തിയാണെന്ന് കാണാം. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ പ്രവാചകൻ സ്വാദിഖാണ്, അൽ അമീനാണ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. ആരാ അങ്ങനെയൊക്കെ വിളിച്ചത്? മുഅ്മിനീങ്ങളാണോ? അല്ല. അബൂജഹലും അബൂലഹബും അടങ്ങുന്ന
മക്ക മുശ്രിക്കുകളാണ് പ്രവാചകനെ സത്യസന്ധൻ, വിശ്വസ്തൻ എന്നൊക്കെ വിളിച്ചത്. പ്രവാചകന്റെ അനുയായികളല്ല. കാരണം പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. പക്ഷെ പ്രവാചകനായപ്പോ ആ സമൂഹം തന്നെ പ്രവാചകനെ തള്ളിപ്പറയുന്ന വൈരുദ്ധ്യമാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അബൂജഹൽ പ്രവാചകനുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, നിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ, നിന്നെ പോലെ വിശുദ്ധനായ സൽസ്വഭാവിയായ ഒരാളുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ നിന്നെ കളവാക്കുന്നില്ല, നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, നീ 100% വിശുദ്ധനാണ്. പക്ഷെ ഞങ്ങൾ നിന്നെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ഞങ്ങളുടെ പോളിസിയാണ്. ഞങ്ങൾ നിന്നെ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം ഞങ്ങൾക്ക് മക്കളിൽ ജീവിക്കണ്ടേ, ഞങ്ങളുടെ അധികാരം ഞങ്ങൾക്ക് നിലനിർത്തണ്ടേ. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ തള്ളി പറയും, നീ കൊണ്ടുവന്നതിനെ ഞങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട വ്യക്തിത്വത്തെ അവർക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണാം. ആദ്യ വഹി ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് അസ്വസ്ഥനായിട്ട് ഓടിച്ചെന്നത് പ്രിയതമ ഖദീജ ബീവിയുടെ അടുക്കലേക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പിടിച്ച് ഞെരുക്കലും ആ സന്ദർഭത്തിനെ വല്ലാത്ത മാനസികാവസ്ഥയിലൊക്കെ പ്രവാചകനെ ഭയപ്പെടുത്തിയിട്ടാണ്. ഓടിച്ചെന്ന് പുറത്തിട്ട് മൂടൂ എന്ന് പ്രിയതമയോട് പ്രവാചകൻ പറയുന്നുണ്ട്. ആ വേളയിൽ പ്രവാചകന്റെ അസ്വസ്ഥതയ്ക്ക് പ്രിയതമ നൽകിയ മറുപടി എന്തായിരുന്നു? ഞാൻ മരിക്കണമെന്ന് തോന്നുന്നു, എനിക്കെന്തോ ഗുരുതരമായ അപകടം വരാൻ പോകുന്നു എന്ന് പറയുമ്പോ പ്രിയതമ ആത്മധീര്യ തുടർന്നില്ലേ? ഇല്ല, താങ്കൾക്കൊന്നും സംഭവിക്കില്ല, താങ്കൾ ഉത്കൃഷ്ട സ്വഭാവം ഉള്ള ആളാണ്, താങ്കൾ കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്ന ആളാണ്, താങ്കൾ പരോപകാരിയാണ്, അയൽവാസിയോടുള്ള ബാധ്യത നിർവഹിക്കുന്ന ആളാണ്, ജനസേവകനാണ്. അതുകൊണ്ട് താങ്കൾക്ക് അല്ലാഹു തആല എന്തോ മഹത്തായ അനുഗ്രഹം നൽകാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 15 വർഷത്തെ വിജയകരമായ ദാമ്പത്യം പിന്നിടുമ്പോഴാണ് പ്രിയതമ ഖദീജ ബീവി പ്രിയതമനെ കുറിച്ച് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായിരിക്കും നമ്മുടെ പ്രിയതമയും പ്രിയതമനും നമ്മെ കുറിച്ച് വിലയിരുത്തുക എന്ന് കൂടി ആലോചിക്കുക. ഈ സ്വഭാവ ഗുണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതശൈലിയായിട്ട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ വിവരം പറഞ്ഞിട്ട് അമുസ്ലിമായിരുന്ന എന്റെ സുഹൃത്ത് ഇബ്നു ദുഹ്ന എന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ വാക്കും ഇങ്ങനെ തന്നെയാണ്: അബൂബക്കർ, താങ്കളെപ്പോലെ ഉത്കൃഷ്ട സ്വഭാവമുള്ള ആളുകൾ പുറത്തു പോകരുത്, പുറത്താക്കപ്പെടുകയും ചെയ്യരുത്. അതുകൊണ്ട് താങ്കൾ എന്റെ സംരക്ഷണത്തിൽ ഈ നാട്ടിൽ തന്നെ കഴിയണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. നമ്മൾ വീട് മാറുമ്പോൾ, നാട് വിട്ടു പോകുമ്പോൾ പോകരുത് സഹോദര, സഹോദരി എന്ന് നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൈപിടിച്ച് പറയുമോ? ആലോചിക്കുമോ? പോയി കിട്ടാൻ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ആലോചിക്കേണ്ട വിഷയമാണ്. ഉത്കൃഷ്ടമായ സ്വഭാവം നാം പ്രതിനിധീകരിക്കുന്ന ആദർശത്തെ കൂടി പ്രതീകവൽക്കരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ നന്മ നാം പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ അടയാളമായിട്ടാണ് സമൂഹം മനസ്സിലാക്കുന്നത്. അയാൾ അങ്ങനെയാണെന്നല്ല, മറിച്ച് മുസ്ലിങ്ങളും അങ്ങനെയാണ്. ഇങ്ങനെയും സമൂഹം വിലയിരുത്തുന്നത് അതുകൂടി നാം പരിഹരിക്കേണ്ടതുണ്ട്. നാം തെറ്റായ രൂപത്തിൽ ആളുകളോട് പെരുമാറുമ്പോൾ, ദുസ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് നമ്മെ മാത്രമല്ല, മറിച്ച് നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ കൂടിയാണ് എന്നത് നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ആളുകൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരുന്നു. ഇരുമ്പിലേക്ക്, കാന്തത്തിലേക്ക് ഇരുമ്പ് ആകർഷിക്കപ്പെടും പോലെ നിരന്തരം ആൾക്കൂട്ടം ഇങ്ങനെ ഒരുമിച്ച് പോയിരുന്നു. ഇഷ്ടമുണ്ടായി അത് എടുത്തു പറയുന്നുണ്ട്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹ്,
അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യത്താൽ ലിംതലഹും താങ്കൾ അവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നുവല്ലോ. വലൗ കുന്ത ഖബ്ബൻ ഗലീദൽ ഖൽബ്, താങ്കളെങ്ങാനും പരുഷപ്രകൃതക്കാരനായ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ലം ഫമ്മു മിൻ ഹൗലിക്, താങ്കൾക്ക് ചുറ്റും നിന്ന് ആൾക്കൂട്ടം പിരിഞ്ഞു പോയേനെ. മധുരമുള്ളയിടത്ത് ഈച്ചയും ഉറുമ്പും ഒക്കെ വന്നു ചേരുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിൽക്കുന്നുവോ അവിടെ എപ്പോഴും ചുറ്റിനും ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പ്രവാചകൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? പ്രവാചകൻ എന്താണ് മൗനം പാലിക്കുന്നത്? ഇങ്ങനെ നിരന്തരം അവര് പ്രവാചകന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നന്മ മാത്രമേ പ്രവാചകന്റെ മുഖത്ത് നിന്ന്, മനസ്സിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ആ ശൈലി ഖുർആൻ എടുത്തു പറയുന്നത്. താങ്കളുടെ ഉത്കൃഷ്ട സ്വഭാവമാണ് ആൾക്കൂട്ടം താങ്കളിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് എടുത്തു പറഞ്ഞത് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഇസ്ലാമിനെയും ഖുർആനിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ, തള്ളിപ്പറയാൻ ശ്രമിച്ചപ്പോ മറുപടി പറഞ്ഞത് തന്റെ ഉത്കൃഷ്ട സ്വഭാവം ഉൾപ്പെടുത്തിയാണ്. അവര് പറഞ്ഞല്ലോ, ഈറ്റിന്റെ ഖുർആനിൽ വൈകിട്ടാകാം, മറ്റു വല്ല ഖുർആനുണ്ടെങ്കിൽ കൊണ്ടുവരും, അവർ ഭക്തിൽ അല്ലെങ്കിൽ ഈ ഖുർആനിൽ വേഗതയിൽ വരുത്തണം. ഇങ്ങനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടേതായ സ്വാതന്ത്ര്യവും താല്പര്യങ്ങളും ഈ ഖുർആൻ ഹരിച്ചു കളയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഖുർആനെ അംഗീകരിക്കാൻ കഴിയില്ല. മറ്റു വല്ല വേദവും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഭേദഗതികൾ ഈ ഗ്രന്ഥത്തിൽ വരുത്തണം എന്നവർ ആവശ്യപ്പെട്ടു. എന്താണ് റസൂലുള്ളാഹിയുടെ മറുപടി? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കലാം അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് പഠിക്കും, മനസ്സിലാക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനപ്പുറം മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്, ഞാൻ പ്രവാചകനായിട്ട് രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയില്ലേ കബലിൽ നീണ്ട ഒരു കാലം, 40 കൊല്ലം വെറും മുഹമ്മദായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായില്ലേ? ആട്ടിടയനായിട്ട്, കളിക്കൂട്ടുകാരനായിട്ട്, കച്ചവടക്കാരനായിട്ട് ഞാൻ കൂടെ ഉണ്ടായില്ലേ? ആ കാലഘട്ടത്തിലെ എന്റെ ജീവിതമെങ്കിലും നിങ്ങൾക്കൊന്ന് പരിശോധിച്ചുകൂടെ? ആരെങ്കിലും അനാവശ്യം പറഞ്ഞത്, ആരെങ്കിലും ദൈവോപദ്രവം ഏൽപ്പിച്ചത്, ആരോടെങ്കിലും വാക്ക് പാലിക്കാതിരുന്നത്, കരാർ ലംഘിച്ചത്, ഏതെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാമോ എന്ന് സ്വന്തം സ്വഭാവത്തെ, സ്വന്തം വ്യക്തിത്വത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെല്ലുവിളിക്കുന്നതായിട്ട് സൂറത്ത് യൂനൂസ് 16-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാം. നമ്മൾ ആലോചിച്ചു നോക്കട്ടെ, നമുക്കങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയുമോ? നീ എന്താണ് എന്നെ വിശ്വസിക്കാത്തത്? ഞാൻ നിന്നോടൊപ്പം കുറെ കാലമല്ലേ കഴിയുന്നു. ഈ കഴിഞ്ഞുപോയ കാലത്തിനിടയിൽ ഞാൻ വല്ലപ്പോഴും നിന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞതായിട്ട്, നിന്നെ ദൈവോപദ്രവം ഏൽപ്പിച്ചത്, അതല്ലെങ്കിൽ വാക്ക് മാറിയത് നിനക്ക് പറയാമോ എന്ന് നമുക്ക് ഇണകളോട് ചോദിക്കുവാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട് ഇങ്ങനൊരു ചോദ്യം, എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? എന്റെ വ്യക്തിത്വം നിനക്കറിയില്ലേ? എന്നിട്ട് നിനക്ക് എന്താണ് എന്നെ വിശ്വസിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാകുമോ എന്നതാണ്. നിനക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ ഇസ്ലാമിനെ നിനക്ക് വിശ്വസിക്കാം എന്ന് മറ്റുള്ളവരോട് വാക്ക് പറയുവാൻ, വെല്ലുവിളിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രവാചകനോടൊപ്പം 10 വർഷക്കാലം പ്രവാചകന്റെ ഹാദിമായിട്ട് കഴിഞ്ഞുകൂടിയ അനസ് റളിയല്ലാഹു അൻഹു അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹാദിം എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് വേണ്ടിയിട്ട് വേലക്കാരനായി നിന്നതല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആ കുട്ടിയെ സൽസ്വഭാവം പഠിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ വീട്ടിൽ നിർത്തിയതാണ്. ആ കുട്ടി പറയാണ്, ഞാൻ 10 വർഷക്കാലം പ്രവാചകനെ സേവിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. എന്നൊരു വാക്ക് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞില്ല. വല നീങ്ങാഴ്ത്താം, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? വല അലാഴ്ത്താം, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. ഈ വിധത്തിലുള്ള ആകർഷത്തോടു കൂടിയുള്ള ഒരു വാക്കും പ്രവാചകൻ എന്നോട് പറയേണ്ടി വന്നിട്ടില്ല.
എന്ന് അനുസരിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഏതോ അർത്ഥത്തിൽ നമ്മെക്കാൾ അല്പം താഴ്ന്നു നിൽക്കുന്നവരാണ്, നമ്മുടെ ആശ്രിതരാണ് എന്ന് തോന്നുന്നവരോട് നമ്മുടെ പ്രകൃതം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, അവിടെ മറുവശവും മനസ്സിലാക്കണം. അനുസൃത്യമാകുന്നു പ്രവാചകനെ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള പെരുമാറ്റ രീതികൾ സ്വീകരിച്ചില്ല എന്നത് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. കാരണം പ്രവാചകനിൽ നിന്നാണ് അനുസൃത്യമാകുന്നു മാതൃക സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. പ്രിയതമ ആയിഷ റളിയല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് ആരെയും തല്ലിയിട്ടില്ല. പ്രിയതമയാണ് പറയുന്നത്. തീർച്ചയായും നമുക്കത് വിശ്വസിക്കാൻ കഴിയും. ഭാര്യയെയോ അല്ലെങ്കിൽ സേവകന്മാരെയോ തല്ലിയിട്ടില്ല എന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഇല്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ട സമയത്താണ്, അപ്പോൾ മാത്രമാണ് പ്രവാചകൻ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആരെങ്കിലും തല്ലേണ്ടി വന്നെങ്കിൽ, ദേഹോപദ്രവം ഏൽപ്പിക്കേണ്ടി വന്നെങ്കിൽ സ്വന്തത്തോട് പ്രതികാരം ചെയ്യുക, സ്വയം പ്രതികാരം ചെയ്യുക എന്ന നിലക്ക്, തന്നോട് അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ പ്രതികാരം ചെയ്യുക എന്ന നിലക്ക് പ്രവാചകൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അതേസമയം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാത്രമാണ് പ്രവാചകൻ പ്രതികാരം ചെയ്തത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇവിടെയാണ് ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ പ്രാധാന്യം. നാം അങ്ങനെയല്ലല്ലോ പലപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മോട് ആരെങ്കിലും ശത്രുത കാണിക്കുമ്പോൾ, പിണക്കം കാണിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനാണ് നമ്മുടെ മനസ്സ് വെമ്പൽ കൊടുക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ വെല്ലുവിളി ചെയ്യാൻ കഴിയുക എന്നതാണ് ഇസ്ലാമിന്റെ സമീപന രീതി. അതേസമയം ഇസ്ലാമിനോടാണ് ഒരാൾ പങ്കവെച്ച് പുലർത്തുന്നതെങ്കിൽ, പ്രതികാരം പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാളോടാണ് സത്യവിശ്വാസത്തിന് പകയും വിദ്വേഷവും ഉണ്ടാകേണ്ടത് എന്നാണ് പ്രവാചകന്റെ ഈ ശൈലിയിൽ നിന്ന് ബോധ്യമാവുക. സൽസ്വഭാവം എന്നത് ഒന്നിനും ഇടപെടാതിരിക്കുക എന്നതാണ്. പലരും അങ്ങനെ കരുതാറുണ്ട്, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന നിലയിൽ ഒരു വിഷയത്തിലും ഇടപെടാതെ പ്രതികരിക്കാതെ മാറി നിൽക്കലാണ് സൽസ്വഭാവം എന്ന് കരുതുന്നവരുണ്ട്. പലപ്പോഴും അങ്ങനെ വിലയിരുത്താറുണ്ട്. കാരണം അയാൾ നോക്ക്, അയാളെക്കൊണ്ട് ഒരു ഉപദ്രവമില്ല, കാരണം അയാൾ ആരോടൊന്നും ഉണ്ടാവില്ല. അതാണ് സൽസ്വഭാവം. അതല്ല, അത് നിസ്സംഗമായ അപകടകരമായ മൗനമാണ്. പലപ്പോഴും ഗുണത്തെക്കാൾ അത് ദോഷമാണ് ചെയ്യുന്നത്. പ്രതികരിക്കേണ്ടതിൽ പ്രതികരിക്കണം. അത് പോസിറ്റീവായ ക്രിയാത്മകമായ ശൈലിയിലായി ചേർത്തുകൊള്ളതാണ്. അത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കുക എന്നത് തന്നെയാണ് സൽസ്വഭാവം. പ്രവാചകൻ സ്വന്തമായ ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാണ്. പക്ഷെ പ്രവാചകനാണ് ഏറ്റവും അധികം മാനസികമായിട്ട് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. റസൂലുള്ളാഹിയുടെ സ്വഭാവം ചീത്തയായതുകൊണ്ടാണോ അവര് പ്രവാചകനെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചത്, ഭ്രാന്ത് ആരോപിച്ചത്, പല നിരക്കും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചത്? സ്വഭാവ ദൂഷ്യമല്ല, ഉത്കൃഷ്ട സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. ഉത്കൃഷ്ട സ്വഭാവമുള്ള പ്രവാചകൻ എന്തുകൊണ്ടാണ് പീഡനത്തിനിരയായത്? പ്രതികരിച്ചതുകൊണ്ടാണ്. തിന്മകളോട് പ്രതികരിക്കുന്ന പ്രകൃതമുള്ളതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും അല്ലാഹുവിന്റെ ദീനിന്റെ വാഹനം വ്യക്തിപരമായി ഉത്കൃഷ്ടമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ ഭൂമി ഗുണകരമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീനിന്റെ വാഹനം, ദീനിന്റെ പ്രതിനിധികൾ എന്ന നിലക്ക് നമ്മുടെ സ്വഭാവ രീതികൾ മറ്റുള്ളവർക്കിടയിൽ തീർച്ചയായും പ്രതിഫലിക്കുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു. ആദ്യം നമ്മെ നിക്ഷേപിച്ചിട്ടുള്ള ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളും സംസ്കാരവും ഉപയോഗപ്പെടുത്തുവാൻ, ഈ ലോകത്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും നമ്മുടെ സ്വത്തിന് നിമിത്തമാകുന്നത് ഉപയോഗപ്പെടുത്തുവാൻ اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته
യഥാർത്ഥ മുഖ്യമാണ് ഇസ്ലാമിന്റെ ഉത്കൃഷ്ട സംസ്കാരം നെഞ്ചേറ്റുന്നവരായി ജീവിതം നയിക്കുവാൻ ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യാനാണ് സ്വഭാവ ഗുണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം എന്ന പഠിക്കുന്നത് ഇന്നക്കും ഇല്ലാത്ത സാധനനാശാക്കി സംസാരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് എല്ലാവരെയും സഹായിക്കുവാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും സമ്പത്ത് ആവശ്യമില്ല. ചിലരുടെ നേരെ കാശ് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ അപമാനിക്കുകയാണ് എന്ന് അവർ ചോദിച്ചു. എല്ലാവരെയും സമ്പത്ത് നൽകി തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല, സഹായിക്കാൻ സാധ്യമല്ല. എന്നാൽ മഹത്തായ രണ്ട് ഗുണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയും. വലാകിൻ പ്രസന്നമായ മുഖഭാവം കൊണ്ട് ഉത്കൃഷ്ടമായ സംസ്കാരം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിയും. ഈ വചനത്തെ ഭൗതികമായ അർത്ഥത്തിൽ നാം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ കടയിൽ കച്ചവടക്കാർ കടയിൽ സെയിൽസ്മാനായിട്ട് നടത്തുന്നത് പ്രസന്നമായ മുഖഭാവമുള്ള സ്വഭാവമുള്ള ആളുകളെയായിരിക്കും. കസ്റ്റമർ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. കാരണം എങ്കിലേ കച്ചവടം കിട്ടുള്ളൂ. റിസപ്ഷനിസ്റ്റും അതുപോലെയുള്ള പദ്ധതികളിൽ നിയമിക്കപ്പെടുന്നവരൊക്കെ അങ്ങനെയായിരിക്കും. പ്രസന്നമായ മുഖഭാവം, നല്ല പെരുമാറ്റ രീതി, സാറേന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ആളുകളെയായിരിക്കും. ഭൗതികമായിട്ട് ഈ വചനത്തെ ഉപയോഗപ്പെടുത്താൻ നന്നായിട്ട് പഠിച്ചവരാണ് നമ്മൾ. അതേസമയം ഇസ്ലാമിന് വേണ്ടി ഈ വചനത്തിനും ഉപയോഗപ്പെടുത്തിക്കൂടെ? വലാശവും പ്രസന്നമായ മുഖഭാവം, സ്വഭാവം. എന്തുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറുന്നത്? കാരണം അയാൾ ഒരു മുസ്ലിമാണ്. അയാൾ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അത്രയും ഉത്കൃഷ്ടമായി ആകർഷകമായി അയാൾ പെരുമാറുന്നത് എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അതിന്റെ പ്രയോജനം, അതിന്റെ നന്മ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ഏറ്റുമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യുവാൻ നമ്മുടെ മനുഷ്യഭാവത്തെ, നമ്മുടെ സ്വഭാവ ഗുണത്തെ പ്രയോജനപ്പെടുത്താൻ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും പകയും വിദ്വേഷവും ദുസ്വഭാവവും തെറ്റായ പെരുമാറ്റ രീതികളും നീ തുടച്ചു നിൽക്കുന്നതാണ്. പഠിച്ചവനെ നല്ല മനസ്സും നല്ല പെരുമാറ്റവും വിട്ടുവീഴ്ചയും സ്നേഹവും കാരുണ്യവും അടുപ്പവും ഐക്യവും ഉള്ള നല്ല മനസ്സുകളിൽ നിങ്ങളനുഭവിക്കുന്നതാണ്. ഞങ്ങളോടും കീഴിലുള്ള, ഞങ്ങളോടൊന്നിച്ച് ജീവിതം പങ്കുവെക്കുന്ന ഞങ്ങളുടെ ആശ്രിതരും ബന്ധുക്കളും മക്കളും ഇണകളും മകളുമായ എല്ലാവരോടും ഏറ്റവും നന്നായിട്ട് പെരുമാറാനുള്ള വിശാലത നൽകി ഞങ്ങൾ അനുഭവിക്കാവുന്നതാണ്. പഠിച്ചവരെ പെരുമാറ്റ രീതികൾ പ്രശ്നങ്ങളും സംഭവിച്ചു കഴിഞ്ഞു വിട്ടുവീഴ്ചകൾ ഓർത്തുകയാണെന്നാണ്. പഠിച്ചവനെ ഓരോത്തിന് ശേഷം വീണ്ടും വീണ്ടും സുപ്രഭാതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സുകളെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ളത്. പഠിച്ചവനെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണിക്കുന്നത് മാനസികമായ പ്രയാസങ്ങൾ, കുടുംബപരമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, സാമ്പത്തികമായ ബാധ്യതകൾ, എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങൾ കാണിക്കുന്നതാണ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊന്നും നോക്കാതെ എല്ലാവർക്കും അപ്പുറത്ത് ഭക്ഷണത്തുന്നതിന് അനുഭവിക്കുന്നവരുടെ الأحياء منهم والأموات إنك مجيب الدعوات والقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم